ഹായ് മക്കളെ, നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണോ? എപ്പോഴും നമുക്ക് എങ്ങനെ സന്തോഷമായിരിക്കാം എന്നുള്ളതാണ് ടീച്ചർമ്മ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ലാസ്റ്റ് വരെയും ശ്രദ്ധിച്ചു കേട്ടിരിക്കുക, പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് ലൈഫിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് നല്ല സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. മക്കളെ, ലൈഫിലൊരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് ആ പ്രശ്നത്തിൽ പെട്ട് തളരാനും തകരാനും ഒക്കെ ഭയങ്കര ഈസി. അതെല്ലാരെ കൊണ്ടും പറ്റും. നമ്മൾ അവിടെ വ്യത്യസ്തരാകണം. ലൈഫിലൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ പറ്റി തന്നെ ചിന്തിച്ച് അയ്യോ, എൻ്റെ ലൈഫിൽ ഇത്രയും വലിയ പ്രശ്നം വന്നല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞിരിക്കാൻ ആർക്കും പറ്റും. ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു, അതിനുള്ള സൊല്യൂഷൻ എന്താ? പ്രോബ്ലത്തെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അതിനുള്ള സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കണം. ഇതിനെന്താ സൊല്യൂഷൻ, ഇതിനെന്താ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുക. ആ സമയത്ത് നമ്മുടെ ചിന്തകളെ നോക്കിയാൽ മതി. ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ മനസ്സിലൂടെ ഭയങ്കര സ്പീഡിൽ ആ സമയത്ത് ഇങ്ങനെ പോകുന്നത് കാണാം അല്ലേ? ആ ഒരു സമയത്ത് നമുക്ക് ചുറ്റുമുള്ള ആളുകളെ മാറ്റാൻ പറ്റില്ല. നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മുടെ ചിന്തകളെയാണ് എന്ന് മനസ്സിലാക്കാം. പല വ്യക്തികളും നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കും, ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും. നിങ്ങൾ പറഞ്ഞിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു പരത്തും. അതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്നും സഹായങ്ങൾ സ്വീകരിച്ചിട്ട് നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായം അവർ പറയും. ബന്ധുക്കൾക്കിടയിലും നാട്ടുകാർക്കിടയിലും ഒക്കെ നടന്ന് നിങ്ങളെ മോശക്കാരാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കും. ഇങ്ങനെയുള്ള പല മനുഷ്യരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ടീച്ചറമ്മയ്ക്ക് അറിയാം മക്കളെ, ഈ ലോകത്തെ 85% ആളുകളും നെഗറ്റീവാണ്. അവരൊക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ വളർച്ച കാണുമ്പോൾ ഇത് സഹിക്കാൻ പറ്റാതെ നമ്മളെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കാനും അല്ലെങ്കിൽ നമ്മളെ ഒന്ന് താഴ്ത്തിക്കെട്ടാനും ആ വളർച്ചയിലുള്ള ഫ്രസ്ട്രേഷനാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. ഈ സമയത്ത് നമ്മൾ എങ്ങനെ സന്തോഷമായിരിക്കണം? ഏതൊരു സിറ്റുവേഷൻ, ഇപ്പം ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിളാണ്, ഇതുപോലെ ഏതൊരു സിറ്റുവേഷൻ വന്നാലും എങ്ങനെ സന്തോഷമായിരിക്കണം എന്നുള്ളതാണ്. മക്കളെ, നമ്മളൊരു നല്ല വ്യക്തിയാണെങ്കിൽ, നമ്മളൊരു ജെനുവിൻ പേഴ്സൺ ആണെങ്കിൽ, നിങ്ങൾ ഒരു മനുഷ്യന്റെ മുമ്പിൽ തല കുനിക്കരുത്, തല കുമ്പിടരുത്. തെറ്റ് ചെയ്യാത്തിടത്തോളം നമുക്ക് ഒരു മനുഷ്യനെയും പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾ എന്താണ് ഏതാണെന്ന് ഒരു മനുഷ്യരെയും ബോധ്യപ്പെടുത്താൻ നിങ്ങൾ പോകരുത്. വിവരവും ബുദ്ധിയുള്ളവൻ അങ്ങനെയാണ്. ഇല്ലാത്തവൻ സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അതാണ് ഇതാണ്. നിങ്ങളൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പോണ്ട. ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് ആരാന്നറിയാവോ? ഈശ്വരൻ കൊടുത്തോളും. അതായത് ലോ ഓഫ് കർമ്മ എന്ന് പറയുന്ന ഒരു കർമ്മയുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന സത്കർമ്മത്തിന് സദ്ഫലവും മോശം കർമ്മത്തിന് മോശം ഫലവും നമ്മളിലേക്ക് വരും. നമ്മളെ വേദനിപ്പിച്ചിട്ട്, നമ്മളെ വിഷമിപ്പിച്ചിട്ട്, നമ്മളെ തകർന്നടിയാൻ ഇടയാക്കിയിട്ട് ഇവരൊക്കെ രക്ഷപ്പെടും എന്നുള്ളതാണോ നിങ്ങൾ കരുതുന്നത്? ഒന്നുമല്ല മക്കളെ. നിങ്ങൾ ദൈവത്തെ വിളിക്കുക, നല്ല ദൈവവിശ്വാസിയായിരിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണെങ്കിലും, നിങ്ങൾ ഇസ്ലാം മത വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈശോയോ മാതാവോ നിങ്ങൾ മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? ഗുരുവായൂരപ്പനെയാണോ അല്ലെങ്കിൽ മുത്തപ്പനെയാണോ? ആരെയാണോ? നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കുക. മുറുകെ പിടിച്ചിട്ട് നിങ്ങൾ സത്യത്തിലും നന്മയിലും ജീവിക്കുക. മക്കളെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന, ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയാലോ ടീച്ചർമ്മ ഗുരുവായൂരപ്പ ഭക്തയാണ്. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഗുരുവായൂരപ്പ ഭക്തരെ, ഭഗവാന്റെ ഭക്തരെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്താൽ 8ന്റെ പണി ഭഗവാൻ കൊടുക്കും. നമ്മൾ ദൈവത്തിൽ ഇതൊക്കെ സമർപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. ഇതൊന്നും നമ്മൾ മനസ്സിലേക്കെടുത്ത് നമ്മളെ തന്നെ തളർത്താനും വിഷമിപ്പിക്കാനും ഒന്നും പോണ്ട. ഈ വീഡിയോ കാണുന്ന വ്യക്തിയോട് ആ ടീച്ചറമ്മ പറയുന്നത്, എന്തിനാ മക്കളെ കരയുന്നത്? എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? എന്തിനാ തളർന്നിരിക്കുന്നത്? ആരെങ്കിലും വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിയിരിക്കുകയാണോ? ചാടി എഴുന്നേക്കണം. അവനവന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. എൻ്റെ ഒരു വലിയ ഗോളായിരുന്നു 200K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത്. ഇന്ന് അത് യാഥാർത്ഥ്യമായി. ഞാൻ എത്ര ഹാപ്പി എന്നറിയാവോ? ഓരോ ഗോളും അച്ചീവ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ തോളിൽ തട്ടി അപ്രീഷിയേറ്റ് ചെയ്യും. വെരി ഗുഡ് സുജ, എക്സലൻറ്റ്, സൂപ്പർ, മുന്നോട്ട് പോകും. ഇനി അടുത്തത് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ നമ്മൾ ഗോള് സെറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് മുന്നോട്ടേക്ക് പോകും തോറും പരീക്ഷണങ്ങൾ ലൈഫിൽ ഒരുപാട് വരും. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകാതെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോകണം. മക്കളെ, നന്ദി ഉണ്ടാകണം. പേടിഎമ്മിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ മമ്മൂട്ടി പറയില്ലേ,
നന്ദിയുണ്ടേ എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം. നമുക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ജോലി തന്നിട്ടുണ്ട്, ആ ജോലി തന്ന വ്യക്തിയോട് മനസ്സിനുള്ളിൽ തട്ടി നന്ദി ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസ്, ആ ഓഫീസിലുള്ള എല്ലാ കാര്യങ്ങൾക്കും, നിങ്ങളുടെ കൊളീഗ്സിന്, അവിടെയുള്ള ഫയലുകൾക്ക്, ഇവൻ ഒരു മൊട്ടിപ്പിന്നിനോട് പോലും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നിങ്ങളൊരു ഷോപ്പ് നടത്തുന്നവരാണോ, ആ ഷോപ്പിലുള്ള ഓരോ കാര്യങ്ങൾക്കും, നിങ്ങളുടെ കസ്റ്റമേഴ്സിനോടൊക്കെ അങ്ങേയറ്റം നന്ദി വേണം. നന്ദിയുള്ളവനെ ജീവിതത്തിൽ വളരൂ, നന്ദിയില്ലാത്തവൻ നശിച്ചു പോകും. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇപ്പം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഓർക്കുക, ഞാൻ ശരിക്കും ഗ്രേറ്റ്ഫുൾ ആണോ, എനിക്കുള്ളതിനൊക്കെ ഞാൻ നന്ദി പറയുന്നുണ്ടോ? നന്ദി പറയുന്നവർക്ക് എപ്പോഴും നല്ല സന്തോഷമായിരിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ നെഗറ്റീവ് കാര്യങ്ങളും ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പലരും ചിന്തിക്കുന്നത്, എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതും ഇങ്ങനെ മനസ്സിൽ പേറി ഇങ്ങനെ നടക്കുന്നവരുണ്ട്. അതൊക്കെ വലിച്ചെറിഞ്ഞ് ദൂരെക്കളാ. നിങ്ങളുടെ മനസ്സ് റീപ്രോഗ്രാമിംഗ് ചെയ്തെടുത്ത് മനസ്സിൽ കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ എടുത്തു കളയണം. അതിന് സഹായിക്കുന്ന നമ്മുടെ ക്ലാസ് ആണ് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്. അതിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് ഇതേ ഫെബ്രുവരി 2-ാം തീയതി വരികയാണ്. അതിൻ്റെ ഓൾമോസ്റ്റ് സീറ്റുകളൊക്കെ ഫില്ലായി. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 9526549978 എന്ന നമ്പറിൽ ടീച്ചർമ്മയുടെ പേഴ്സണൽ സെക്രട്ടറി മിനിയെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത്, മക്കളെ, നിങ്ങളുടെ മനസ്സമാധാനം കളയുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കരുത്. ആവശ്യമില്ലാത്ത നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതൊക്കെ ഓർത്ത് മനസ്സിലുള്ള സന്തോഷവും സമാധാനവും പോയി നമ്മൾ വല്ലാതെ ഡൗൺ ആയിപ്പോവും. സത്കർമ്മം ചെയ്യുന്ന നല്ല മനുഷ്യർ ജീവിതത്തിൽ അനുനിമിഷം ഉയർച്ചയിലേക്ക് പോകും. ഉയർച്ച കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക, എവിടെയെങ്കിലുമൊക്കെ എൻ്റെ ചിന്തകൾ പാളിപ്പോകുന്നുണ്ടോ, ഞാൻ നെഗറ്റീവ് അടിക്കുന്നുണ്ടോ, ഞാൻ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞ നെഗറ്റീവ് കാര്യങ്ങളും പിടിച്ചിരിക്കുകയാണോ, ഞാൻ ഫുൾ ടൈം ഹാപ്പി ആവുന്നില്ല, എവിടെയാണ് നമ്മളുടെ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മളെ വേദനിപ്പിച്ച വിഷമിപ്പിച്ച മനുഷ്യരോടൊക്കെ ക്ഷമിച്ചു കൊടുക്കുക. അത് ക്ഷമിച്ചു കൊടുക്കാതിരിക്കുന്നതോറും നമുക്കാ പ്രശ്നം. അത് നമ്മളിങ്ങനെ ഉള്ളിൽ കൊണ്ടു നടന്ന് നമുക്ക് സന്തോഷവും സമാധാനവും നഷ്ടപ്പെടും. ക്ഷമിച്ചു കൊടുത്തേക്ക്. നമ്മൾ ക്ഷമിച്ചു കൊടുത്തു കഴിയുമ്പം ഈശ്വരൻ അവർ ചെയ്തതിനുള്ള ശിക്ഷ അവിടുന്ന് കൊടുത്തോളും. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. തെറ്റ് ചെയ്യുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടവരിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും അതിനെ ഓർത്ത് വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. എപ്പോഴും സന്തോഷമായിരിക്കണം എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. നമ്മുടെ സന്തോഷം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്. മറ്റുള്ളവരിനി എങ്ങനെ കാണിച്ചാലും എങ്ങനെ പെരുമാറില്ല എന്ത് വന്നാലും ഞാൻ സന്തോഷമായിരിക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ടീച്ചർ എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. ലവ് യു ആൾ. ബ്ലെസ്സിങ്സ്.